സുഹൃത്തുക്കളെ, കുത്താമ്പള്ളി വസ്ത്രങ്ങൾ, ഈ വസ്ത്രങ്ങൾ ഇത് കൈത്തറിയാണ്. ഇത് ഹോൾസെയിൽ വിലയിലാണ്. ഇത് പൊന്നാനിയിൽ ആദ്യമായിട്ടുള്ളൊരു സംരംഭമാണ്. അപ്പോൾ ഇതിവിടെ PVM ചന്തയിലാണ് ഇപ്പോൾ ഇതിൻ്റെത് ഷോപ്പ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളതൊന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് കയറി നോക്കട്ടെ. ഇത് ഈ വസ്ത്രങ്ങളെ പറ്റി അറിയുന്നവർക്ക് ഈ വസ്ത്രം എടുക്കും എന്നുള്ളതാണ് ഇവരൊരു ഇത്. അപ്പോൾ ഇത് അറിയുന്നവരൊക്കെ വന്ന് എടുക്കുന്നുണ്ട്. കൈത്തറിയാണ്. ഇതെല്ലാം കാണാനൊക്കെ നല്ല അടിപൊളി വസ്ത്രങ്ങളാണ്. സോഫ്റ്റാണ് സാധനം. ഞാൻ കുറേയൊക്കെ നോക്കി. സംഗതി അടിപൊളി വസ്ത്രങ്ങൾ, സാരികൾ, സെറ്റ് സാരികൾ, മുണ്ടുകൾ എല്ലാം ഉണ്ട്. അത് ഹോൾസെയിൽ റേറ്റാണ് അവർ കൊടുക്കുന്നത്.
നമസ്കാരം. എന്താണ് സുഖല്ലേ? എന്താ പേര്? മധു ആനന്ദ്. മധു ആനന്ദ്. എവിടെ സ്ഥലം? തൃശ്ശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി എന്ന ഗ്രാമത്തിൽ. ശരി. ഈ കുത്താമ്പുള്ളി എന്ന് പറഞ്ഞാൽ ആ മെറ്റീരിയൽസിന് പ്രത്യേകത ഉണ്ടോ? അതെ, എന്താണ് സംഭവം? കസവിൻ്റെ കൈത്തറി തുണികൾ ഉൽപ്പാദിപ്പിക്കുന്നതിലാണ് പ്രശസ്തം, ലോക പ്രശസ്തമാണ്. ഇത് എവിടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്? കുത്താമ്പുള്ളിയിൽ തന്നെ. കുത്താമ്പുള്ളി തൃശ്ശൂർ. കുത്താമ്പുള്ളിയിൽ ഒരു തൃശ്ശൂർ ജില്ലയുടെ ബോർഡർ, ആക്ച്വലി തൃശ്ശൂർ ജില്ലയാണ്, പാലക്കാട് ജില്ലയുടെ ബോർഡറാണ്, തൃശ്ശൂർ ജില്ലയുടെ എൻഡിലാണ്. നമുക്ക് അവിടെ നിന്ന് കുത്താമ്പുള്ളിയിൽ നിന്ന് ഒരു 55 കിലോമീറ്റർ ഉണ്ട് തൃശ്ശൂർക്ക്, 35 കിലോമീറ്ററേ ഉള്ളൂ പാലക്കാട്ടേക്ക്. യഥാർത്ഥത്തിൽ പാലക്കാടാണ് അടുത്ത്, പക്ഷേ ജില്ല തൃശ്ശൂരാണ് വരിക. അപ്പോൾ ആ തുണിത്തരങ്ങൾ ഇപ്പോൾ മറ്റുള്ള ടെക്സ്റ്റൈൽസിലൊക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? പിന്നെ ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ ധാരാളം, കേരളം മുഴുവൻ കുത്താമ്പുള്ളിയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ നേരിട്ട് ആദ്യമായിട്ടാണ് ഇവിടെ പൊന്നാനിയിൽ? നമ്മളിവിടെ നേരിട്ട്, കാരണം അവിടുത്തെ വിലയ്ക്ക്, അവിടുത്തെ കുത്താമ്പുള്ളിയിലെ ഹോൾസെയിൽ റേറ്റിനാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇന്നലെയാണ് ഇത് ഉദ്ഘാടനം. ഇവിടുത്തെ നമ്മുടെ പ്രിയങ്കരനായ MLA ആണ് നന്ദകുമാർ സാറാണ് ഇന്നലെ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തത്. നല്ല റെസ്പോൺസാണ്, ജനങ്ങൾ നന്നായിട്ട് സഹകരിക്കുന്നുണ്ട്, അവർക്കത് ബോധ്യമാണ്. ഒരുവിധം ജനങ്ങൾക്ക് അറിയാം ഈ കൈത്തറി ഉൽപ്പന്നങ്ങളുടെ ആവശ്യങ്ങൾ അറിയാം. അത് അറിയുന്നവർ ഇത് വരുന്നു. നല്ലൊരു വിഭാഗം ആളുകൾ കുത്താമ്പുള്ളി പോയി എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അവർക്കത് കൃത്യമായിട്ട് ബോധ്യമാവുന്നുണ്ട്. കാരണം അവിടുത്തേക്ക് റേറ്റ് കുറവാണ്, ഇവിടെ ആ ക്വാളിറ്റി ഉണ്ട് എന്നുള്ള നമുക്ക് അവരുടെ ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് നമ്മുടെ ഹാപ്പി. ശരി. അപ്പോൾ ഏതാണ് ഇപ്പോൾ കൂടുതൽ ഇപ്പോൾ മൂവിങ്? ഇവിടെ ഇപ്പോൾ കൈത്തറി തന്നെ, ഒറിജിനൽ കൈത്തറി, പിന്നെ പ്ലസ് നമ്മൾ പറയില്ലേ പവർ ലൂമുണ്ട്, മെഷീൻ പ്രൊഡക്റ്റും. മെഷീൻ പ്രൊഡക്റ്റ് വില കുറവാണ്, ഒറിജിനൽ കൈത്തറി കോസ്റ്റ്ലിയാണ്. അപ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ടും ഒറിജിനൽ കൈത്തറി കുറച്ചെടുക്കും, മറ്റത് കൂടുതലെടുക്കും. അതാണ് മെഷീനാകുമ്പോൾ വില കുറയും, കൈത്തറി ആകുമ്പോൾ വില കൂടും. അതെ, മാനുവലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്, അതിൻ്റെ കോസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഒരു സാധനം ഏതെങ്കിലും ഒന്ന് നമുക്കൊന്ന് പരിചയപ്പെടുത്തി. ഒറിജിനൽ കൈത്തറി പട്ടുസാരിയാണ്. കുത്താമ്പുള്ളി പ്രൊഡക്റ്റാണ്. കുത്താമ്പുള്ളി പ്രൊഡക്റ്റ് ഞാൻ ഒറിജിനൽ കൈത്തറി കാണിച്ചു. ഒന്ന് ഇറക്കിയിട്ടോളൂ. ഞങ്ങൾ നിവർത്തി കാണിച്ചു. ഹാൻഡ് മെയ്ഡാണ്. അപ്പോൾ ഇതിന് എല്ലാവരും ഇപ്പോൾ നല്ല ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട്. കോസ്റ്റ് കൂടുതലാണ്. ഇതിൻ്റെ മാതിരിയല്ല. കോസ്റ്റ് കൂടുതലാണ്. ചെറിയതല്ല, നല്ല കോസ്റ്റ് കൂടുതലാണ്. മെഷീനല്ല, അല്ല, മെഷീൻ പ്രൊഡക്റ്റിനേക്കാൾ കോസ്റ്റ് കൂടുതലാണ്. കൈത്തറി മാനുവലായിട്ടുണ്ടായിരുന്നു. അത് ജനങ്ങൾക്ക് ഇഷ്ടമാണ്. അതെ, പൈസ നോക്കുന്നില്ല. എന്താ വെച്ചാൽ ഇവിടെ വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഷോപ്പ് തന്നെ ഇവിടെ PVM ബിൽഡിങ്ങിൽ മജീദ് ഖാന്റെ നേതൃത്വത്തിൽ എന്തായാലും കൈത്തറിയുടെ ഷോപ്പ് വരും. ഓക്കെ, എന്തായാലും സാധിക്കട്ടെ. താങ്ക് യു. വെൽക്കം. അല്ല, പൊന്നാനിയിൽ ഇത് ആദ്യമായിട്ട് വരുന്നതാണല്ലേ ഷോപ്പ്? ഈ ഷോപ്പ് ആദ്യമായിട്ട് വരുന്നതാണല്ലേ? ആദ്യമായിട്ടാണല്ലേ? ഓക്കെ, താങ്ക് യു. പിന്നെ ഇത് 100 രൂപ. അപ്പം ഞാനും ഒരു കുത്താമ്പള്ളിയിൽ നിന്ന് ഒരു തുണി എടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പ്യൂർ കോട്ടൺ ആണ് അല്ലേ? പ്യൂർ കോട്ടൺ. അപ്പോൾ ഒന്ന് എടുത്ത് നോക്കട്ടെ. എടുത്ത് നോക്കൂ, എന്നിട്ട് അറിയാം ബാക്കിയുള്ള കാര്യങ്ങൾ. ഞാൻ അതിൻ്റെ വിവരങ്ങൾ പിന്നെ പറയാം. കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. കുത്താമ്പള്ളിയിൽ നിന്ന് ഞാനും ഒരു മുണ്ടെടുത്തിരിക്കുന്നു. പിന്നെ കുഴപ്പമില്ല, നല്ല സാധനമാണ്. നിങ്ങളും വന്ന് ട്രൈ ചെയ്യുക. എന്താണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയുക.